ഇന്ന് വരെ സംസ്കൃത സർവകലാശാല ഒരു തുണ്ട് ഭൂമി പോലും മറ്റേ ആർക്കും തന്നെ നൽകിയിട്ടില്ല. 1995 ഈ ഭൂമി സർക്കാർ വാങ്ങിച്ചത്. അപ്പോൾ സർക്കാർ സർവകലാശാലയുടെ പേരിൽ വാങ്ങിച്ച ഭൂമി സർക്കാർ അറിയാതെ താൽക്കാലികമായി വരുന്ന ഒരു സിൻഡിക്കേറ്റിന് കച്ചവടം നടത്താൻ അധികാരമില്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, CPM-നുള്ള മെജോറിറ്റിയുള്ള സിൻഡിക്കേറ്റാണ്. അവിടെ 4 പ്രതിപക്ഷ മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അവർ ഇതിനെ എതിർത്തുവെങ്കിലും ഗവർണർ നേരിട്ട് നിയമിച്ച താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ ഗീതാകുമാരി ഈ CPM-ൻ്റെ ഈ നിയമവിരുദ്ധമായ ഭൂമിദാനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരം. അപ്പോൾ ഇത് താൽക്കാലികമായി 6 ഏക്കർ ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിലും 10 ഏക്കർ ഭൂമി കൊടുക്കുവാനാണ് ക്രിക്കറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടുള്ളത്. അത് സെക്കൻഡ് സ്റ്റേജായിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇതിൻ്റെ ലക്ഷ്യം സ്റ്റേഡിയമല്ല, കൊച്ചി വിമാനത്താവളത്തിന് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ വലിയൊരു സ്റ്റാർ ഹോട്ടലും മറ്റ് ഫെസിലിറ്റീസും കൂടി ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ലക്ഷ്യം സ്റ്റാർ ഹോട്ടലും ബാർ ഹോട്ടലാണ്. അപ്പോൾ ശങ്കരാചാര്യരുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ ബാർ ഹോട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭവിഹിതം സർവകലാശാലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് സർവകലാശാല അധികൃതരുടെ ഭാഷ്യം. ഇതിനുവേണ്ടിയാണോ ഗവൺമെൻറ് സർവകലാശാലയ്ക്ക് ഭൂമി നൽകിയത്?